ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഒരു സ്ത്രീ ഗർഭധാരണം ഓപ്റ്റ് ചെയ്യേണ്ടത്. 30 അല്ലെങ്കിൽ 28 കഴിഞ്ഞ് പ്രഗ്നന്റ് ആവുന്ന ഒരു സ്ത്രീയെ നമ്മൾ എൽഡർലി പ്രൈമി എന്നാണ് കാറ്റഗറൈസ് ചെയ്യുക. ഈ എൽഡർലി പ്രൈമിക്ക് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കണം. പ്രായമേറുമ്പോൾ വന്നു ചേരാവുന്ന മെറ്റബോളിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ്. ഇവയെല്ലാം ആ ഗർഭധാരണത്തെ ബാധിച്ചേക്കാം. പിന്നെ വിത്ത് ഏജ് കുറച്ച് ജനറ്റിക് കണ്ടീഷൻസ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഓട്ടിസം പോലത്തെ ഡിസോർഡേഴ്സ് കുഞ്ഞിനുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ തന്നെ ചെയ്യാറുണ്ട്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല പ്രായം ഒരു കുഞ്ഞിനെ ബെയർ ചെയ്യാൻ, ഒരു ചൈൽഡ് ബെയറിങ്ങിനും കുഞ്ഞിനെ പ്രസവിക്കാനുമുള്ള ഏറ്റവും നല്ല കാലഘട്ടം ഏതാണ് എന്ന്. അപ്പം അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയൊക്കെ ബാധിക്കുന്ന ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും അത്തരത്തിൽ തന്നെയാണ്. ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവളുടെ ഓവറി എന്ന, അതായത് അണ്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അണ്ടം റിലീസ് ചെയ്യുന്ന ഒരു അവയവമാണ് ഓവറീസ്. ഈ ഓവറീസിൽ ആക്റ്റീവായി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആക്റ്റീവായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അണ്ടങ്ങൾ മാത്രമേ, ഓവം മാത്രമേ ആ സ്ത്രീക്ക്, ആ കുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് ആജീവനാന്തം ഉണ്ടാവുള്ളൂ. അതിലൊരു എഡിഷനോ ഡിലീഷനോ ഇല്ല. അപ്പം അത് ഓൾറെഡി കാൽക്കുലേറ്റഡ് ആണ്. അപ്പം നാച്ചുറലി അതിൽ നിന്നുണ്ടാവുന്ന ആദ്യത്തെ അണ്ടങ്ങൾ പ്രോപ്പർലി ഗ്രോൺ ആയിരിക്കില്ല. ആദ്യത്തെ അണ്ടത്തിന്റെ റിലീസിന്റെ സൈനാണ് നമ്മളുടെ മെനാർക്കി അല്ലെങ്കിൽ പീരിയഡ്സ് ആദ്യമായിട്ടാവുന്നത്, ആർത്തവം തുടങ്ങുന്ന കാലഘട്ടം. അപ്പൊ ആദ്യകാലങ്ങളിൽ റിലീസ് ചെയ്യുന്ന ഓരോ ഓവം ഹെൽത്തിയോ ഫുള്ളി ഗ്രോണോ ആവണമെന്നില്ല. എന്നാൽ ഒരു മിഡ്വേ, ഒരു 20 to 23 ഇയേഴ്സ് ഓഫ് ഏജ് എത്തിക്കഴിയുമ്പം ഉണ്ടാവുന്ന അണ്ടങ്ങൾ പ്രോപ്പർലി ഗ്രോണും മെച്ചോറും ഫെർട്ടൈലും ആയിരിക്കും. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഏജ് ആണ് ബെസ്റ്റ് ഏജ് ഫോർ കൺസെപ്ഷൻ. എന്നാൽ അതൊരു പ്രോട്ടോകോൾ പോലെയല്ല, പക്ഷെ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഒരു സ്ത്രീ ഗർഭധാരണം ഓപ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രായമാകും തോറും പല ലിമിറ്റേഷൻസും, ബോഡിലി ലിമിറ്റേഷൻസ് വരാം. ഇപ്പം ഒരു 30 അല്ലെങ്കിൽ 28 കഴിഞ്ഞ് പ്രഗ്നന്റ് ആവുന്ന ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്ന ഒരു സ്ത്രീയെ നമ്മൾ എൽഡർലി പ്രൈമി എന്നാണ് കാറ്റഗറൈസ് ചെയ്യുക. ഈ എൽഡർലി പ്രൈമിക്ക് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കണം. ബിക്കോസ് അവരുടെ ബോഡി കുറച്ച് ഡിലേഡ് ആണ് ഫസ്റ്റ് പ്രഗ്നൻസിക്ക് വേണ്ടി. അപ്പം നാച്ചുറലി പ്രായമേറും തോറും മസ്കുലേച്ചറിന് വരുന്ന റിജിഡിറ്റി, പ്രഗ്നൻസി ടൈംലി ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ മസിൽസിന് വരുന്ന റിജിഡിറ്റി, അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോൺസിൽ വരുന്ന മാറ്റങ്ങൾ, പ്രായം ഏറും തോറും ഏത് സ്ത്രീയിലായാലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഹോർമോൺസ് ആ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ മാത്രകളിലായിരിക്കും വ്യത്യാസം. അതായത് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ആൻഡ്രോജൻസ് പോലത്തെ ഹോർമോൺസ് കുറവും സ്ത്രീകളുടെ ഹോർമോൺസ് കൂടുതലുമായിരിക്കും. പക്ഷെ പ്രായമേറും തോറും ഈ ഒരു റേഷ്യോയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. അപ്പം നാച്ചുറലി ഫെർട്ടിലിറ്റി ലെവൽസ് കുറയാൻ തുടങ്ങും. പിന്നെ ഇൻ കേസ് എൽഡർലി ആയിട്ട് പ്രായമേറിയ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുകയാണെങ്കിലും അവിടെ ആ പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ റിസ്കുകൾ കൂടുതലാണ്. കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് മസ്കുലർ റിജിഡിറ്റി, യൂട്രസ് ഒരു മസ്കുലർ ഓർഗനാണ്. അപ്പം ആ യൂട്രസിന്റെ റിജിഡിറ്റി അല്ലെങ്കിൽ അതിന് ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോകുന്നത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. പ്രായമേറുമ്പോൾ വന്നു ചേരാവുന്ന മെറ്റബോളിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ്. ഇവയെല്ലാം ആ ഗർഭധാരണത്തെ ബാധിച്ചേക്കാം. പിന്നെ വിത്ത് ഏജ് കുറച്ച് ജനറ്റിക് കണ്ടീഷൻസ്, അത്യാവശ്യം പ്രായമേറി പ്രഗ്നന്റ് ആവുന്ന ലേഡീസിൽ പലപ്പോഴും നമ്മളൊരു സ്ക്രീനിങ് നടത്താറുണ്ട്. ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഓട്ടിസം പോലത്തെ ഡിസോർഡേഴ്സ് കുഞ്ഞിനുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ തന്നെ ചെയ്യാറുണ്ട്. കാരണം ഇവയെല്ലാം വരാനുള്ള സാധ്യത പ്രായമേറിയ സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലാണ്. പിന്നെ നാച്ചുറലി ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ഡെലിവറിയും കുറച്ചുകൂടെ ടീഡിയസ് പ്രോസസ്സാണ്, കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് പ്രായമേറിയ സ്ത്രീകളിൽ. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും വാർത്തകളിലും പത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്, ഒരു 40+ ആയിട്ടുള്ള ഒരാൾ സുഖപ്രസവത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നൊക്കെ. അപ്പം ഇതൊരിക്കലും ഒരു ടോട്ടൽ നോ എന്നല്ല പറയുന്നത്. പക്ഷെ നാച്ചുറലി ഒരു എൽഡർലി പ്രൈമി അല്ലെങ്കിൽ പ്രായമായ ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയാണെങ്കിൽ അതിന് മതിയായ ചികിത്സകളും അതിൻ്റെ കൂടെ തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും നേടി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്.